മുൻ എംഎൽഎ വി.ടി. ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ. വി.ടി. ബൽറാം നൂലിൽ കെട്ടിയിറങ്ങിയയാളെന്ന് കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ. പാലക്കാട് കൊഴിക്കരയിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് വി.ടി. ബൽറാമിനെ രൂക്ഷമായി വിമർശിച്ചത്. ആ വാക്കുകളിലേക്ക്. പാർട്ടി നേതൃത്വം പറഞ്ഞ അക്ഷരാർത്ഥത്തെ അംഗീകരിച്ചുകൊണ്ട് ആരെ എ.ഐ.സി.സി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അവരെ വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനമാണ്. പക്ഷെ സമീപ കാലഘട്ടത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അറിയാം. ഇവിടെ ഇരിക്കുന്ന ആളോടൊന്നും പുതുതായി പറയണ്ട. ഞാനും ശ്രീ ഗോവിന്ദൻകുട്ടിയും തമ്മിൽ കടുത്ത ഗ്രൂപ്പുള്ള ഒരു കാലഘട്ടം. ഈ പഞ്ചായത്തിൽ ഞാനും ഗോവിന്ദുണ്ട്. ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ. പക്ഷെ ആരും ഒരു പക ഉണ്ടായിരുന്നില്ല, ഒരു വിദ്വേഷം ഉണ്ടായിരുന്നില്ല. പരസ്പരം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പകയോടുകൂടിയുള്ള സമീപനമാരും സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരു കാക്കാശിന് അധ്വാനമില്ലാതെ ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന് ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലെ നിന്ന് കെട്ടിയിറക്കി ഇവിടെ വന്ന് എം.എൽ.എ ആയി. നമുക്കതിന് വിരോധമില്ല, ആക്ഷേപമില്ല. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകൾ ഇതൊന്നുമല്ല, ആരോടും ഒന്നും കണ്ടാൽ വേണ്ടില്ല, ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല. വിവരങ്ങൾ നൽകാൻ സച്ചിൻ വള്ളിക്കാറുണ്ട്. സച്ചിൻ, കെ.പി.സി.സി നിർവാഹക സമിതി അംഗമാണ് സി.വി. ബാലചന്ദ്രൻ. നോക്കൂ, വി.ടി. ബൽറാമിനെതിരെയാണ് രൂക്ഷ വിമർശനം. അതായത് പാർട്ടിയെ നശിപ്പിക്കാനുള്ള നടപടികളാണ് വി.ടി. ബൽറാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതൊക്കെയാണ്. ഏത് പശ്ചാത്തലത്തിലാണ് വിമർശനം? തീർച്ചയായും അത് തന്നെയാണ്. കാരണം തൃത്താലയിലെ മുൻ എം.എൽ.എ കൂടിയായിട്ടുള്ള വി.ടി. ബൽറാമിനെതിരെയാണ് രൂക്ഷ വിമർശനവും താക്കീതുമായി കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. വി.ടി. ബൽറാം മുൻപ് തൃത്താല എം.എൽ.എ ആയിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ധാർഷ്ട്യവും ധിക്കാരപരമായ നിലപാടുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മന്ത്രി എം.ബി. രാജേഷിനോട് പരാജയപ്പെടാനുണ്ടായ സാഹചര്യമെന്നും ഈ കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പ്രധാനമായും തൃത്താല മണ്ഡലത്തിൽ ചേർന്ന കുടുംബ സംഗമം, അതായത് കപ്പൂർ പഞ്ചായത്തിലെ കൊഴിക്കരയിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് വി.ടി. ബൽറാമിനെതിരെ രൂക്ഷ വിമർശനം നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് പാർട്ടിക്ക് ബദലായി ഒരു ഗ്രൂപ്പ്, അതായത് നിലവിൽ 2 ഗ്രൂപ്പുകൾ തൃത്താല മണ്ഡലത്തിലുണ്ട്. അതിന് ബദലായി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബൽറാമിന്റെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായത്. മാത്രമല്ല, മുതിർന്ന നേതാക്കൾ പറയുന്നതൊന്നും കേൾക്കാതെ ധിക്കാരപരമായ നിലപാടാണ് വി.ടി. ബൽറാം സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളും സി.വി. ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടി എല്ലാ കാലത്തും വലിയ പ്രതിസന്ധികളിലൂടെ അതിജീവിച്ചാണ് തൃത്താലയിൽ പാർട്ടി വളർന്നത്. ആ പാർട്ടിയെ നശിപ്പിക്കുന്ന നിലപാടാണ് വി.ടി. ബൽറാം സ്വീകരിച്ചത് എന്നും സി.വി. ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പരിപാടികൾക്ക് ബദലായി പല പരിപാടികളും വി.ടി. ബൽറാം ഏകാധിപത്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവിടെ നടത്തുന്നു. മറ്റ് മുതിർന്ന നേതാക്കളെ ഒന്നും പരിഗണിക്കാതെ വി.ടി. ബൽറാം സ്വന്തം നിലക്കാണ് തൃത്താലയിൽ പ്രവർത്തനം നടത്തുന്നത്. ഇതൊരിക്കലും വെച്ചു പൊറപ്പിക്കാനാവില്ല. അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ എന്ത് വില കൊടുത്തും തടയുമെന്ന കാര്യവും മുതിർന്ന നേതാവും നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള സി.വി. ബാലചന്ദ്രൻ പറയുന്നുണ്ട്. കോൺഗ്രസിനെ മേലെ വളരാനുള്ള ഒരു ശ്രമമാണ് വി.ടി. ബൽറാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വി.ടി. ബൽറാമിനെതിരെ തൃത്താലയിൽ തന്നെ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ ബാലചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറികൾ വരും ദിവസങ്ങളിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ എം.എൽ.എ കൂടിയായിട്ടുള്ള വി.ടി. ബൽറാം പല ധിക്കാരപരമായ നടപടികളും സ്വീകരിച്ചതിനാലാണ് അവിടെ പരാജയപ്പെട്ടത് എന്ന കാര്യവും ബാലചന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് സച്ചിൻ, നിലവിൽ പാർട്ടിയിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങൾ വി.ടി. ബൽറാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഒന്ന്. 2, ഒരുപക്ഷെ ആ ഒരു ധാർഷ്ട്യം, അതായത് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വി.ടി. ബൽറാം ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാദം. അതുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ എം.ബി. രാജേഷിനോട് തോറ്റത്. അങ്ങനെയൊക്കെയല്ലേ വിമർശനങ്ങൾ? തീർച്ചയായും കോൺഗ്രസിലെ പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസിന്റെ പ്രധാന ചുമതല പോലും വി.ടി. ബൽറാമിന് നൽകിയിരുന്നു. എന്നിട്ട് പോലും കൃത്യമായ രീതിയിൽ അവിടെ മണ്ഡലത്തിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലടക്കം പ്രവർത്തിച്ചില്ല എന്ന വിമർശനം തന്നെയാണ് കെ.പി.സി.സിയുടെ നിർവാഹക സമിതി അംഗമായിട്ടുള്ള സി.വി. ബാലചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ ഗ്രൂപ്പിസം, അതായത് സ്വന്തം നിലക്ക് ഗ്രൂപ്പിസം ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഈ ബൽറാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ അടക്കം പോയി അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ഈ യോഗത്തിൽ ബാലചന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്.
വലിയ വിമർശനം തന്നെയാണ് CV ബാലചന്ദ്രൻ VT ബലറാമിനെതിരെ ഉന്നയിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ ഈ തോൽക്കാൻ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യവും ബാലചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ധിക്കാരവും ധാർഷ്ട്യവും മാത്രമാണ്. മറ്റൊരു കാര്യം പറയുന്നത് നൂലിൽ കെട്ടിയിറക്കി, അതായത് AICC ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അവരെ വിജയിപ്പിക്കുക എന്ന കടമയാണ് കോൺഗ്രസുകാർക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് VT ബലറാമിനെ മുൻകാലങ്ങളിൽ തൃത്താലയിൽ നിന്നും വിജയിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് MLA ആയതിനു ശേഷം വലിയ രീതിയിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ബലറാം നടത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ നിരവധി പ്രവർത്തകർ, പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിരവധി പ്രവർത്തകർ തൃത്താലയിൽ ഉണ്ട്. നൂലിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി അന്ന് വിജയിപ്പിച്ചു, ആ തെറ്റിന് പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബലറാമിനെതിരെ കൃത്യമായി വാളോങ്ങിക്കൊണ്ടാണ്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് CV ബാലചന്ദ്രന്റെ വാക്കുകളും അവസാനിപ്പിക്കുന്നത്. അതിന് വലിയ രീതിയിൽ അവിടെ തന്നെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരടക്കം ഈ യോഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസിനെ തൃത്താലയിൽ നയിച്ച ആളുകളുടെ പേര് കൃത്യമായി CV ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അവരടക്കം ഈ VT ബലറാമിനെതിരെ തൃത്താലയിലെ പ്രാദേശിക നേതൃത്വം അടക്കം രംഗത്തെത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ യോഗത്തിൽ ബാലചന്ദ്രന്റെ വാക്കുകളിലും അതുപോലെ തന്നെ യോഗത്തിൽ പങ്കെടുത്തവരുടെ പിന്തുണയോട് കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വർഷം സച്ചിൻ, ഈ തൃത്താലയിൽ നിന്ന് VT ബലറാം ഒരു തോൽവി ഏറ്റുവാങ്ങുന്നു. പക്ഷേ ആ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ പോലും ഈ പ്രധാന ചുമതലകളടക്കം പാർട്ടി VT ബലറാമിന് നൽകുന്നുണ്ട്. പക്ഷേ ആ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാതെ പാർട്ടിക്കുള്ളിൽ ഒരു ചേരിപ്പോര് ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ VT ബലറാമിന് ചില ശത്രുക്കൾ ഉണ്ടാകുന്നു, അങ്ങനെയല്ലേ? തീർച്ചയായും. കാരണം VT ബലറാം ഈ നവമാധ്യമ കോൺഗ്രസിന്റെ സൈബർ പോരാട്ടങ്ങളൊക്കെ നയിക്കുന്നത് VT ബലറാമാണ്. അത്തരത്തിൽ കെ സുധാകരനും VD സതീശനൊക്കെ ഉള്ള സമയത്താണ് പ്രത്യേക ചുമതല VT ബലറാമിന് നൽകിയിരുന്നത്. എന്നാൽ പോലും അത് കൃത്യമായി നിർവഹിച്ചില്ല എന്ന് തന്നെയാണ് ഈ മുതിർന്ന നേതാക്കളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. പാർട്ടിയെ നയിക്കാതെ സ്വന്തമായി ഗ്രൂപ്പിസം ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് VT ബലറാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തന്നെ ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതിനാൽ തന്നെ പുതിയ പുനഃസംഘടന വന്നപ്പോൾ പോലും VT ബലറാമിനെ പരിഗണിച്ചില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാം. കാരണം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ അടക്കം വർക്കിംഗ് പ്രസിഡന്റായി വരുമ്പോൾ നിലവിൽ MLA പോലും അല്ലാത്ത VT ബലറാമിനെ തഴയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ VT ബലറാമിനെതിരെ പാർട്ടിയിലും ഒരു സംഘം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു ആദ്യഘട്ടത്തിലെ തർക്കം തന്നെയാണ് ഇപ്പോൾ താക്കീതിലൂടെ CV ബാലചന്ദ്രൻ നൽകിയിരിക്കുന്നത്. CV ബാലചന്ദ്രൻ ചെന്നിത്തല ഗ്രൂപ്പിന്റെ പാലക്കാട്ടെ പ്രധാന നേതാവ് കൂടിയാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും ഇതിനെ തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിലും സംശയമില്ല. വർഷം